കൃഷ്ണൻകുട്ടി അങ്ങോട്ടിരുന്നു. എന്തോ ഓപ്പേ? ഇത്തിരി നാരങ്ങക്കറി വിളമ്പ ഇവിടെ ആരുമില്ലേ? രാജി, ഓപ്പയ്ക്ക് നാരങ്ങാക്കറി വിളമ്പ്. നോക്കി നിന്നോളും പാത്രം കൈവച്ചോണ്ട്. രാജി കൂടി ഇരിക്കല്ലോ. വീട്ടുകാരെല്ലാരും കൂടി ഇരുന്നാൽ എങ്ങനാ? ക്ഷണിച്ചു വരുത്തിയിട്ടിരിക്കട്ടെ ആദ്യം. ഇത്തിരി സാമ്പാർ തരാൻ ഇവിടെ ആരുമില്ലേ? അപശകുനം. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടും. എപ്പോഴും അതെ, എന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും സാരമില്ല, പോട്ടെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്തെല്ലാം സഹിക്കുന്നു. ഒരക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരുടെയും മുമ്പേ വെച്ച് അമ്മയെ നിനക്കറിഞ്ഞൂടെ? ഉണ്ണിയേട്ടന് എപ്പോഴും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. മകൻ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. ഇതിന് പോസിറ്റീവ്നെസ് നല്ല പറയാ. ഞാൻ എന്ത് പഴിച്ചിട്ട? ഒരു ദിവസമെങ്കിലും സന്തോഷായിട്ട് എവിടെയെങ്കിലും. എന്താ, നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ, നിന്നോടാ ചോദിച്ചത്, നിന്റെ ലീവ് കഴിഞ്ഞോന്ന്. ഇല്ല. പിന്നെന്തോന്ന് അവരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ? 1-2 ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിക്കണം തോന്നി. എന്ത് പറ്റിയ ചുറ്റുപാടിന്? എടാ, മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായിന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ, നീ എന്തോ മനസ്സിലായി നിനക്ക്? എടാ, പറയാൻ. വന്ന ദിവസം പോലെ ഞാൻ കാണുക. അമ്മയ്ക്കെതിരെ രാജുവിടെ ശത്രുത. ശത്രുതയോ? എടാ, തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി. അതിന് ശത്രുത എന്നാരാ പറഞ്ഞേ? അവള് പറഞ്ഞ് പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ തിരിച്ചറിയാനുള്ള വിവരകരിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരങ്ങുമില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ, ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ മേലെ അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ. പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം. ഏയ്, എങ്ങനെയുണ്ട്?
നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? ആ. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ ഇവിടുത്തെ കെയർടേക്കറാ, കുട്ടമ്പിള്ള. മുറിയൊക്കെ റെഡിയാക്കി എവിടെയാ? വെച്ചിട്ടുണ്ട്. മോളില നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. ഇല്ല ചേട്ടാ, ഓ, ദേ, ആദ്യം പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് അകത്ത് വെക്കാം. വാ. Hello. ഹലോ Good morning. ഹലോ. ഹലോ വാട്ട്സ് യുവർ നെയിം? പേര് പറ മോളെ. പേര് പറഞ്ഞു കൊടുക്കും മോളെ. Malutina. Oh, what a sweet name, Malutina. Malutina. It's a wonderful name. No, 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 no. It's not Malutina. Just Maluti. That's all. Oh, I see, Maluti. Maluti. Good. സാർ, യു ആർ ഗസ്റ്റ്, ദേ ആർ ഗസ്റ്റ്, ഓൾ ആർ ഗസ്റ്റ്. എഞ്ചിനീയർ വിൽസൺ സാർ ഫ്രണ്ട് രവി, രവി's friend this are guest here. Oh, I see. Well, have a nice day. Thank you. Bye. Bye. See you. Tata. സാർ, ദേ ആർ ആസ്ട്രേലിയക്കാരാണ്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. പടമെടുപ്പും ചിത്രമരയുമാണ് ജോലി. വലിയ സാറിന്റെ ഹലോ ഗസ്റ്റുകളാണ്. ചേട്ടാ, ഓ. ഇതങ്ങ് പിടിച്ചേ. വാ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അല്ലേ? Yes. ദൈവം വിളിച്ച് പറഞ്ഞിരുന്നു. ഐ ആം വിൽസൺ ചെറിയാൻ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ ഓ, ആണ്. റൂമൊക്കെ കംഫർട്ടബിൾ അല്ലേ? പിന്നെ എടാ കുട്ടമ്പിള്ളേ, സാർ. ഇവരെന്റെ ഗസ്റ്റുകളാണ്, മനസ്സിലായല്ലോ? ഓ. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ശരി സാർ. വേറെ എന്തെങ്കിലും no, nothing. ഇൻ Thank you. കേസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. നമ്പർ ഇയാൾക്കറിയാം. ഹാവ് എ നൈസ് ഹോളിഡേ. Okay, thank you. See you. Bye. Hey, see? അച്ഛാ, ബോള് വെള്ളത്തിൽ പോയി. ഓ, എന്റെ മാളിക്കുട്ടിയമ്മേ, നിന്റെ കാര്യം. ഉം. ദാ